നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം ആളുകൾ നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വൈറ്റമിൻ ഡി എന്നത്. ഇപ്പോൾ വ്യാപകമായി നമ്മളുടെ ഇടയിൽ ഇത് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് സംവദിക്കാൻ വരുന്നത്. ഇത് നമ്മൾ ധാരാളം കേട്ടിരിക്കുന്ന യൂറോപ്യൻസിൻ്റെ ഇടയിലാണ് വൈറ്റമിൻ ഡിയുടെ കുറവ്. കാരണം അവിടുത്തെ അതിശൈത്യമാണ് അതിന് കാരണം. നമ്മളുടെ നാട്ടിൽ അങ്ങനെ ഒരു അതിശൈത്യമില്ല. കാരണം ഇത് ശീതോഷ്ണ കാലാവസ്ഥയാണ് നമ്മളുടെ കേരളത്തിൽ അനുഭവപ്പെടുന്നത്. എന്നിട്ടും നമ്മൾക്കിടയിൽ ഇത് വ്യാപകമായ രീതിയിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ അപ്പോൾ അതിനെന്താണ് കാരണമെന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു അന്വേഷണം ഒടുവിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. യുക്തിഭദ്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ ഇത് സ്വീകരിക്കുക, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഈ വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ശരീരത്തിന് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അതിൽ മെയിനായിട്ട് നമ്മളുടെ കാൽസ്യത്തിൻ്റെ അബ്സർവേഷൻ നടക്കില്ല, ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസ് ഉണ്ടാവും, ഡൈജഷൻ പ്രോബ്ലംസ് വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാം. അതേപോലെ തന്നെ സ്കിന്ന് പെട്ടെന്ന് ഷ്രിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ചുക്കിച്ചുളിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് പെട്ടെന്ന് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ വൈറ്റമിൻ ഡി നമുക്ക് ശരീരത്തിനകത്ത് കൃത്യമായ അളവിൽ ലഭിക്കാതെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകളുമുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും ആദ്യമൊക്കെ ധരിച്ചിരുന്ന് വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തു നിന്ന് നേരിട്ട് നമുക്ക് കിട്ടാമെന്നാണ്. അങ്ങനെയല്ല. വൈറ്റമിൻ ഡി നമ്മൾക്ക് ശരീരത്തിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിലെ ത്വക്കിനകത്ത് വീഴുന്ന, അല്ലെങ്കിൽ ശരീരത്തിൽ ത്വക്കിനകത്ത് സൂര്യപ്രകാശം തട്ടുമ്പോൾ അതിന് താഴെയുള്ള, ത്വക്കിന് താഴെയുള്ള കൊഴുപ്പ് അത് ഡൈജസ്റ്റ് ചെയ്ത് വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉണ്ടാവുന്നത്. സ്വാഭാവികമായും ഇത് കൂടുതലായിട്ട് നമുക്ക് യൂറോപ്യൻസിന് ഇടയിലാണ് വൈറ്റമിൻ ഡിയുടെ എഫിഷ്യൻസി നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലും ഇത് ഇങ്ങനെ ധാരാളമായി കാണുന്നു എങ്കിൽ അതിനെന്താണ് കാരണമെന്ന് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആ അന്വേഷണം ഒടുവിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പല ആഹാരങ്ങളും കഴിച്ചാൽ മതി, അത് അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ മരുന്ന് കഴിക്കണം എന്നൊക്കെ പല ശാസ്ത്രങ്ങളും പറയും. പക്ഷേ എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല. നമ്മളുടെ വൈറ്റമിൻ ഡി കുറഞ്ഞതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ നമ്മളിപ്പോൾ ധാരാളമായിട്ട് ഒരാളുടെ വീട്ടിലും സീലിംഗ് ഫാൻ, അല്ലെങ്കിൽ ഈ സീലിംഗ് ഫാൻ ഇല്ലാത്ത ഒരു ഇടവും നമുക്ക് നമ്മളുടെ വീടിനകത്തോ ഓഫീസിലോ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സീലിംഗ് ഫാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫാനിൻ്റെ കാറ്റ് താഴേക്കാണ് വരുന്നത്. സ്വാഭാവികമായും അതിൻ്റെ അടിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഈ കാറ്റടിക്കുമ്പോൾ ഒരു തണുപ്പ് കിട്ടുന്നു. തണുപ്പ് നമുക്കൊരു സുഖമാണെന്ന് തോന്നുന്നൊക്കെ ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ തണുപ്പ് നമുക്ക് സുഖത്തേക്കാൾ അല്ലെങ്കിൽ ഗുണത്തേക്കാൾ അധികം ദോഷമാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ വിയർക്കുന്ന സമയത്ത് വെള്ളം വിയർപ്പായിട്ട് പുറത്തേക്ക് വരുന്നതോടൊപ്പം തന്നെ അതിൽ ഒരംശം അതിൽ സാൾട്ടുണ്ട്, ഉപ്പുണ്ട്. അപ്പോൾ ആ വെള്ളം പുറത്തേക്ക് വരുന്ന സമയത്ത് പുറത്തേക്ക് വരാത്ത രീതിയിൽ അത് വേപ്പറായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സാൾട്ട് കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അത് വളരെ കാലം കഴിയുമ്പോൾ കൂടുതലായി നമ്മുടെ ശരീരത്തിൽ അതിലൊരു ലെയർ പോലെ തന്നെ കാണപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഭാഗത്ത് വെയിലടിച്ചാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലുള്ള പ്രോസസ്സ് നടക്കാതെ വരും. അങ്ങനെയാണ് കൂടുതലായിട്ട് നമ്മളുടെ ഇടയിൽ ഇന്ന് ആളുകൾക്ക് കൂടുതലായിട്ടും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ ഈ പറയുന്ന ഒരു ലെയർ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെയായിരിക്കും ഈ സൂര്യപ്രകാശം നമുക്ക് കൂടുതലായിട്ട് അടിക്കുന്ന സമയത്ത് ഈ സൺബേൺ എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ സൂര്യാഘാതം, അല്ലെങ്കിൽ സൂര്യൻ്റെ പ്രകാശം തട്ടിയിട്ട് പൊള്ളലുണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഇത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്
ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വളരെ ചെറിയ രീതി അല്ലെങ്കിൽ വളരെ നിസ്സാരമായി കോമൺ സെൻസ് ഉപയോഗിച്ച ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിയർക്കുമ്പോൾ നമ്മൾ വിയർപ്പിനെ ശപിക്കുകയോ അല്ലെങ്കിൽ ഇതൊരു വല്ലാത്ത ശല്യമായി പോയല്ലോ എന്നൊക്കെ പറയുന്നതിന് പകരം ധാരാളം വിയർക്കുകയാണ് നമ്മൾ വേണ്ടത് എന്നുള്ളതാണ്. നമുക്കതൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുമെങ്കിലും അത് ഒരുപക്ഷെ ഈ പറയുന്ന രീതിയിൽ അതിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇപ്പോൾ നിങ്ങൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഡിയുടെ ഡെഫിഷ്യൻസി ആണെങ്കിൽ കാലക്രമേണ അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി തന്നെ തകർത്ത് നിങ്ങളുടെ ആരോഗ്യത്തെ അത് വല്ലാത്ത രീതിയിൽ ബാധിക്കും. ഏത് രോഗം വേണമെങ്കിലും വരാം. ഇപ്പോൾ ഈവൻ എയ്ഡ്സ് വരെ വേണമെന്നുണ്ടെങ്കിൽ ഇതുമൂലം നമുക്ക് അനുഭവപ്പെടാം. അല്ലെങ്കിൽ വളരെ വ്യാപകമായിട്ടുള്ള ക്യാൻസർ പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ മാരകമായ രോഗങ്ങളിലേക്കായിരിക്കും നമ്മൾ ഇത് തള്ളിവിടുന്നത്. അപ്പോൾ സ്വാഭാവികമായും അല്ലെങ്കിൽ നിങ്ങൾ ഈ സീലിംഗ് ഫാൻ എന്ന് പറയുന്ന ഉപകരണം അത് വ്യാപകമായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് പകരം അത് പരിമിതപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ പെഡസ്ട്രിയൽ ഫാനോ അതല്ലെങ്കിൽ ടേബിൾ ഫാനോ അല്ലെങ്കിൽ വാൾ മൗണ്ട് ഫാനോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അതിൻ്റെ കാറ്റെന്ന് പറയുന്നത് ഓസിലേറ്റ് ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അത് ഈ പറയുന്ന രീതിയിൽ ഒരു വലിയ ഒരു ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു ആഘാതം ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു കാരണം ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതായിരിക്കും കുറെ കൂടി ആരോഗ്യപരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല. ഓക്കെ, വീണ്ടും കാണാം. നന്ദി.